shocked actually and something good actually. Yesterday എന്താണ് നമ്മുടെ ഇത് കണ്ടില്ലേ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ അലൻ ജോസ് ആണെങ്കിലും നമ്മളവർക്ക് ഒരു ഭയങ്കര ചില സമയത്ത് അലൻ ജോസിനെ മനസ്സിലാവില്ല. കാരണം അലൻ ജോസ് ചില സമയത്ത് ഭയങ്കരമായിട്ട് ഫണ്ണായിരിക്കും, ചില സമയത്ത് സീരിയസ് ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ഇൻ ദ കമ്മിങ് ഡേയ്സ് ഐ എക്സ്പെക്ട് ഹി വിൽ ഡു അഗൈൻ മോർ. ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പണ്ട് പുള്ളി ഒരു ഇംഗ്ലീഷ് പറയാറുണ്ട്, പുള്ളിയുടെ ഫാദർ ഇംഗ്ലീഷ് പറയാറുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് വരും ആക്ച്വലി. ഐ റിയലി എൻജോയ് അബൌട്ട് യു ഗൈസ്. കുറച്ച് നമ്മൾ ടെൻഷനായിട്ട് ഈ മഞ്ഞത്തൊക്കെ വരുവാ ഡിപ്രഷനിൽ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഫണ്ണായിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വന്നോണ്ടല്ലേ നമുക്ക് കാണാൻ പറ്റിയത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ലേഡീസ് അവിടെ വർക്ക് ചെയ്യുമല്ലോ. പക്ഷെ പമ്പാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിലും ഒരുപാട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടുത്തെ മിക്ക സിനിമാ താരങ്ങൾ ഇപ്പൊ ഡയറക്ടർ വരുന്നുണ്ട് 26 ജൂണില്. ദിലീപേട്ടൻ വന്നായിരുന്നു, മമ്മൂക്ക അവിടെ ഒരു പടം പിടിച്ചു ഓൾറെഡി. അപ്പൊ എല്ലാ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ഫണ്ട് ആക്ച്വലി കുറച്ചും കൂടെ നിങ്ങളും കൂടെ വന്നു കുറച്ചും കൂടെ സംഭവമായിരിക്കും. ഇപ്പൊ ഇനി അടുത്ത ഓണപരിപാടിക്കൊക്കെ just telling so it's so important you guys coming to there and just see everything like ഫണ്ണായിരിക്കും വരുവാണെങ്കിൽ എന്താണ് ഞാൻ പറയുന്നത്. വേറെ കാര്യമുണ്ട്, ഇപ്പൊ കൂടുതലും ഈ ഇപ്പൊ എനിക്ക് അവിടെ ഒരു പടം പിടി അവിടെ നമുക്ക് അവിടുത്തെ ഒരു ഇതനുസരിച്ച് നമുക്ക് ഇത് ഭയങ്കര ക്യാമറ ഒക്കെ ചീപ്പാണ്. ഇവിടെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവിടെ ഉണ്ട് ആക്ടേഴ്സ്, നമ്മുടെ മലയാളി ആക്ടേഴ്സ്, മനോജ് ചേട്ടൻ, മനോജ് കെ ജയൻ, അവരൊക്കെ അവിടെ സെറ്റിലാണ്. പണ്ടത്തെ ശങ്കരൊക്കെ അതൊക്കെ അവിടെ സെറ്റിലാണ്. പിന്നെ എന്തും എല്ലാ ദിവസവും തന്നെ ലണ്ടനിലൊക്കെ ആണെങ്കിൽ എപ്പോഴും തന്നെ പരിപാടി, എപ്പോഴും തന്നെ ഓരോ പ്രോഗ്രാംസ് ഉണ്ട് ഇങ്ങനെ. അപ്പോൾ ഫാഷൻ ഷോ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ ഈ മോഡലിംഗ് കാര്യങ്ങൾ മോഡലിംഗ് പിന്നെ ചെയ്യുമായിരുന്നു പണ്ട്. മോഡലിംഗ് സംഭവം എന്ന് വെച്ചാൽ അവിടെ കുറെ സ്കാമാണ് കൂടുതൽ അറിയാലോ. അപ്പം കുറച്ച് ആഗ്രഹമുണ്ട്. ഇപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് അഭിനയിക്കാൻ. അപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഓൺലൈനിൽ എനിക്ക് കോൺടാക്ട് ചെയ്യണം പെട്ടെന്ന്. അപ്പോൾ നമ്പർ വരും, അവരപ്പോൾ നമ്മൾ മിസ്യൂസ് ചെയ്യുള്ളൂ. അതേപോലെയാണ് അവിടെ മോഡലിംഗ് ഒക്കെ സ്കാം. പക്ഷെ നമ്മൾ റിയൽ ആയിട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ കുറച്ചെങ്കിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ വിച്ച് ഈസ് വൺ ഈസ് റിയൽ, വിച്ച് വാസ് ഈസ് സ്കാം ആക്ച്വലി. അങ്ങനെയാണ്. അപ്പം വേറെ അവിടെ ദിവസം അത്രയായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഇപ്പൊ കൂടുതൽ കോള് വരുന്നുണ്ടല്ലോ. എനിക്ക് 2 ജെന്യുവൻ ആയിട്ട് കോള് വന്നിട്ടുണ്ട് കല്യാണ പ്രോഗ്രാംസ് രണ്ടിലും. കഴിഞ്ഞ ദിവസം ഒരു ഇവന്റെ ഒരു വീഡിയോ കണ്ടല്ലോ, നമ്മുടെ എത്ര 16-20,000. അപ്പൊ അതിന്റെ അകത്ത് ലാസ്റ്റ് ആയിട്ട് ഒരു ഒറ്റ കാര്യം നമ്മളെ ആവശ്യം, കാരണം 20,000 പക്ഷേ പുള്ളിയുടെ കൂടെ ഉള്ളവർക്ക് പൈസ വീഴ്ച കൊടുക്കുവാണ്. അപ്പൊ അത് നല്ലൊരു ഒരു മനസ്സിന് ഉടമയാണ് പേര് ആക്ച്വലി. പിന്നെ ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ ഒന്ന് കാര്യം കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബ്രോ ഒരു കാര്യം മറന്നു. ഇപ്പൊ പല കോളിലും പമ്പാസിനെ വേണം കല്യാണ പരിപാടിക്ക്. ഇപ്പൊ 2 ജെന്യുവൻ ആയിട്ടുള്ള കേസ് വന്നിട്ടുണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, 2 പമ്പേനെ വേണം എന്നാണ് പറഞ്ഞത്. അല്ല ഈ കല്യാണ പ്രോഗ്രാംസ് അല്ലേ, അപ്പൊ എന്റെ അടുത്ത് വിളിച്ചൊരു ജെന്യുവൻ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അത് നമ്മള് അറിയുന്ന 2 വ്യക്തികളാണ്. അപ്പൊ ഞാൻ പേരും ഇതും പറയുന്നില്ല, അത് ഇതാണ് അത് വിളിച്ചിരിക്കും. അപ്പൊ പമ്പയും വേണം. അത് കൂടാണ്ട് ഈ 2 പരിപാടിയും ജെന്യുവനാണ്. അപ്പൊ എന്തായാലും വൈകിട്ട് വിളിച്ച് തന്നെ കൺഫേം ആവോട്ടോ. എന്നെ സംബന്ധിച്ചേ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴേ നമ്മളെ ലോകത്ത് എല്ലാരും ഭയങ്കര ടെൻഷനാണ് ഈ ഒരു കാലഘട്ടത്തില്. നമ്മളിപ്പോ ഒരു കമന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത നാളത്തെ കാര്യം എന്താണെന്ന്. പക്ഷെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിക്കാന്ന് അല്ലെങ്കിൽ ഒരാളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി നൗഡേയ്സ്. എല്ലാവരും തന്നെ അവർക്കറിയാം പ്രജുഡീസ് ആണ്, കുറച്ചും കൂടെ മുൻവിധിയാണ്, ഇവരൊക്കെ ഇത്ര കാണിക്കുള്ളൂ. പക്ഷെ അലൻ ജോസും അവരുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കുറെ കൂടെ ഫണ്ണാണ്. അപ്പൊ പ്രത്യേകിച്ച് നമ്മളെ ഈ ആയുസ് കൂട്ടുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് റിയൽ ആയിട്ട് ഇങ്ങനെ ചിരിപ്പിക്കണാണോ, നാച്ചുറൽ ആയിട്ട് വരുന്നതാണോ? കാവ്യമാധവനൊക്കെ എടുത്തില്ല, അതൊന്നും എടുക്കാവോ? ജസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടിട്ട് പുള്ളി കുറച്ച് തള്ളി പറയുന്നത്. അതെയോ? അപ്പൊ അങ്ങനെ നമുക്ക് ഈ മിമിക്രിക്കാർ എന്ന് വെച്ചാൽ നമ്മുടെ മുഖമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഇന്നയാണ് മിമിക്രി എടുക്കും. ഞാനൊക്കെ മിമിക്രി എന്റെ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ എന്നെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ എന്നെ കാണുമ്പോൾ ഫസ്റ്റ് ആണ് മിമിക്രിയോ അല്ല പാട്ട് അങ്ങനെ അതൊക്കെ എടുക്കുന്ന നമ്മളെ വിചാരം. അപ്പൊ അതുപോലെ തന്നെയാണ് പെരേര. അപ്പൊ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, നല്ലൊരു സിംഗറാണ്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയിരുന്ന ടൈറ്റാനിക് എന്ന് പറഞ്ഞ സിനിമയിലെ എല്ലാവരും എന്റെ സുഹൃത്തുക്കൾ വരെ പറഞ്ഞൊരു ജെന്യുവൻ ഒരു കേസാണ് ടൈറ്റാനിക്കിലെ പാട്ട്. കഴിഞ്ഞ ദിവസം ആ പാട്ട് പാടിയപ്പോഴേ നാച്ചുറലി ഇവിടുത്തെ ഇംഗ്ലീഷ് അവിടുത്തെ ഇംഗ്ലീഷ് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ ഇവിടെ ഇംഗ്ലീഷ് നമ്മള് എന്താ പറയാ കുറച്ചും കൂടെ മലയാളം ചിന്തിച്ചിട്ട്
സ്പിറ്റ് ചെയ്യും, അങ്ങനെയാണ് കൺവേർട്ട് ആണ് ഇവിടെ എല്ലാവരും. ഐ ടോൾഡ് യു റൈറ്റ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ റൂഡ് വോയിസ് ആണ്. അവിടെ ഒരു സ്പേസ് ആണ്. അപ്പൊ ആ ഒരു ടോണിൽ ഞാനൊന്ന് പാടിയായിരുന്നു. അപ്പൊ കുറച്ച് കമന്റ്സ് വന്നു, ഇവൻ നമ്മുടെ അവിടുത്തെ മലയാളികൾ വല്ല അറിയോ, അങ്ങനെ കുറച്ച് മനസ്സിലായോ? അപ്പൊ അതെനിക്ക് അത് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി അല്ലെ ടൈറ്റാനിക്കിലെ ആ പാട്ടൊന്ന് കേൾക്കണം ഇപ്പൊ എന്തായാലും. Every night in my dreams I see you, I feel you, that is how I know you. Go on, far across the distance and spaces between us, you have come to show you. Go on, near, far, wherever you are, I believe in my heart, and in my heart will go on and on. ഇതിനെ കുറിച്ച് ഞങ്ങൾ